ഫോട്ടോഗ്രാഫി പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ എക്യുപ്മെന്റിന്റെ ഒരു സേഫ്റ്റി. ഒന്നാമത് ഭയങ്കര മഴയാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഡ്രൈ ക്യാബിൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഡ്രൈ ക്യാബിൻ ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഒരു ഡ്രൈ ക്യാബിൻ മേടിക്കുക. മിക്കവരും വിചാരിക്കുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന ക്യാമറയ്ക്കൊക്കെ ഒരുപാട് വെതർ സീലിംഗും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈ ക്യാബിൻ്റെ ആവശ്യമില്ലെന്നാണ്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ക്യാമറയും നമ്മുടെ ലെൻസും എല്ലാം എപ്പോഴും ഡ്രൈ ക്യാബിൽ തന്നെ വെക്കുക. നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഹ്യൂമിഡിറ്റി ലെവൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ക്യാബിൻ യൂസ് ചെയ്യുന്നത്. ഡ്രൈ ക്യാബിന്റെ മേലായിട്ട് ഒരു കുഞ്ഞു ഡിസ്പ്ലേ ഉണ്ടാവും. അതിലാണ് നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ എപ്പോഴും ഇടുന്നതാണ് ഒരു 40 to 60 ആ ഒരു റേഞ്ചിലാണ് ഹ്യൂമിഡിറ്റിയുടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇനി ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടും, അതായത് ഈർപ്പത്തിന്റെ അളവ് കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലെൻസിനും ക്യാമറയ്ക്കും ഈ സെൻസറിലടക്കം ഫംഗസ് വരും. ഇനി നമ്മൾ ഡ്രൈ ക്യാബിൽ 30 താഴെ ഇട്ടാലുള്ള പ്രശ്നം എന്താ അറിയാവോ? 30 താഴെ ഇടുമ്പോഴത്തേക്കും ക്യാമറയിലെ ലൂബ്രിക്കന്റിന്റെ അളവ് ഭയങ്കര രീതിയിൽ കുറയും. അതായത് നമ്മുടെ ക്യാമറയിലോ ലെൻസിലോ ഒക്കെ ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട്. ഫോക്കസ് റിംഗിലും അപ്പേർച്ചർ റിംഗിലും ഷട്ടർ ബട്ടണിലൊക്കെ ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രീസ് കണ്ടന്റ് ഉണ്ട്. അത് നമ്മളൊരു ലൂബ്രിക്കന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ ലൂബ്രിക്കന്റ് അങ്ങ് ഡ്രൈ ആവും ഇപ്പം ഈ ബിലോ 30 ഒക്കെ ഇടുമ്പോഴത്തേക്കും. അത് നമ്മൾ എങ്ങനെ ബാധിക്കുന്ന അറിയാം? നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫോക്കസ് റിംഗ്, ഈ സൂം റിംഗ് ഒക്കെ ഭയങ്കര രീതിയിൽ ടൈറ്റ് ആവുന്നുണ്ടോ? അത് ഈ ലൂബ്രിക്കന്റ് ഡ്രൈ ആവുമ്പോൾ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഡ്രൈ ക്യാബിൽ വെക്കുന്നവർ എപ്പോഴും 30 താഴെ വയ്ക്കാതിരിക്കുക. മാക്സിമം 40 to 60 ആ ഒരു റേഞ്ചിൽ തന്നെ ഫിക്സ് ചെയ്യുക. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടി ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. 30 ഡിഗ്രി താഴെ വന്നു കഴിഞ്ഞാൽ ലൂബ്രിക്കന്റ് കുറഞ്ഞ് ക്യാമറയിൽ ഡ്രൈനസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഡ്രൈ ക്യാബിൻ യൂസ് ചെയ്യുന്നവർ ഇത് എന്തായാലും ഫോളോ അപ്പ് ചെയ്യുക.